ഒരു പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോകുന്നു. കശുവണ്ടി അഴിമതി കേസിൽ കെ ബിജു IAS ഹൈക്കോടതിയിൽ ഹാജരായി. കോടതിയലക്ഷ്യ നടപടിയിൽ കെ ബിജുവിനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ബിനിൽ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ഈ ഉത്തരവ് തന്നെത്താനെ തയ്യാറാക്കിയതാണോ, പ്രതികൾക്ക് വേണ്ടിയാണോ തുടങ്ങിയ രൂക്ഷമായ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിലിപ്പോൾ നേരിട്ട് ഹാജരായിട്ടുണ്ട്. ഇനി മറ്റു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? വിവരങ്ങൾ. പൂജ 10:15 ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. 9 മണിയോടുകൂടി അദ്ദേഹം ഹൈക്കോടതിയിലെത്തി. സർക്കാരിന്റെ നിയമ വിദഗ്ധരുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. 10:15 അദ്ദേഹം കോടതിയിൽ ഹാജരാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, കഴിഞ്ഞ ദിവസം കോടതി അതിരൂക്ഷമായ വിമർശനങ്ങൾ, സമീപകാലത്തൊന്നും ഒരു ഉദ്യോഗസ്ഥന് നേരെ ഇതുപോലെയുള്ള വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത്, ഇത് പ്രതിക്ക് വേണ്ടി തയ്യാറാക്കിയ ഉത്തരവാണ്. അതായത് കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട CBI അന്വേഷിച്ച കേസിലെ കുറ്റപത്രത്തിൽ INTUC നേതാവ് R ചന്ദ്രശേഖരനും K രതീഷും അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് സർക്കാർ നൽകിയത്. ആ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പ്രതികൾക്ക് അനുകൂലമായി മാറിയെന്നതാണ് പരാതിക്കാരൻ്റെയും കോടതിയുടെയും വിമർശനം. അപ്പോൾ പ്രതികൾ തയ്യാറാക്കി നൽകിയ ഉത്തരവ് ഒപ്പിട്ടിറക്കുകയാണോ ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് തുടങ്ങി രൂക്ഷമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഘട്ടത്തിൽ പ്രതിയാണോ ഈ വകുപ്പ് ഭരിക്കുന്നത് എന്ന് പോലും കോടതി ചോദിക്കുന്ന ഒരു ഘട്ടം വന്നു. അതിലേറ്റവും ഇതിലൊരു വിരോധാഭാസം എന്നത്, ഇപ്പോൾ ആദ്യമിറക്കിയ ഉത്തരവ് വിവാദമായി. ആ ഉത്തരവ് തിരുത്തി രണ്ടാമതൊരു ഉത്തരവിറക്കി. ആ രണ്ടാമതിറക്കിയ ഉത്തരവിൽ തന്നെ അഡ്വക്കേറ്റ് ജനറലിന്റെ നിർദ്ദേശപ്രകാരം ഇത് മാറ്റുന്നു. അഡ്വക്കേറ്റ് ജനറൽ പറയുന്നു ഇത് പ്രഥമദൃഷ്ട്യാ കോടതി ലക്ഷ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തിരുത്തുന്നു എന്ന രീതിയിലാണ് രണ്ടാമത്തെ ഉത്തരവ് വരുന്നത്. അപ്പോൾ ഈ കോടതിയലക്ഷ്യ നടപടി കെ ബിജുവിനെതിരെ ആ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് രണ്ടാമത് ഇറക്കിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകം എന്നത് ഈ കേസിൽ. എന്തായാലും സമീപകാലത്തൊന്നുമില്ലാത്ത വിധം സർക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കേസാണിത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് 3 തവണ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്ന് കോടതിയിൽ നിന്ന് ഒരു പരാമർശം വന്നത്. എന്ന് കേസ് പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് കോടതിയുടെ കയ്യിൽ നിന്നും ഇനിയും കൂടുതൽ കിട്ടാനുള്ള വകുപ്പ് എല്ലാവരും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പൂജ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്. കാരണം കഴിഞ്ഞ സർക്കാർ 3 തവണ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചുകൊണ്ട് പ്രതികൾക്കൊപ്പം അവരെ വിചാരണയ്ക്ക് പോലും വിട്ടുകൊടുക്കേണ്ടതില്ല, INTUC നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ സർക്കാർ എടുത്തത്. പക്ഷേ ആ സർക്കാരിനൊരു കൃത്യമായ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിന്നു. പ്രതികളെ വിട്ടുകൊടുക്കേണ്ടതില്ല. അത് നിയമപരമായി അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അവർ ഇതുപോലെയുള്ള കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് വിട്ടില്ല എന്നതാണ്. അതായത് അവർക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അതിനകത്ത്. പക്ഷേ ഇതുപോലെയുള്ള തിരിച്ചടിയല്ല. അതായത് ഉത്തരവിറക്കി ആ ഉത്തരവ് തിരുത്തി വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് വന്നു എന്നതാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കശുവണ്ടി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ഈ ഉദ്യോഗസ്ഥൻ രൂക്ഷമായ വിമർശനങ്ങൾ കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷവും ആ ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കുന്ന നിലപാട് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇന്ന് കോടതി ഏത് രീതിയിൽ ഈ കേസിനെ എടുക്കും, കെ ബിജു നേരിട്ട് ഹാജരായി നിരുപാധികം മാപ്പ് അപേക്ഷ നടത്തിയാൽ അത് കോടതി സ്വീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കശുവണ്ടി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. 10:15 ഹൈക്കോടതി കേസ് പരിഗണിക്കാൻ പോവുകയാണ്. ഒരു ഉത്തരവ്, പ്രോസിക്യൂഷൻ ഉത്തരവ് ഇറക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ പൊല്ലാപ്പുകൾ അത് ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൽ കെ ബിജു IAS ഹൈക്കോടതിയിൽ ഇപ്പോൾ നേരിട്ട് ഹാജരായിട്ടുണ്ട്. അതിരൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കോടതിയലക്ഷ്യ നടപടി അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ കെ ബിജു നേരിട്ട് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ നടപടികളും വളരെ പ്രധാനമാണ്.